Hi Kitchen Recipes in Malayalam എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശില്പ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള വെള്ളയപ്പം റെസിപ്പിയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പാലപ്പം റെസിപ്പിയിൽ നിന്നും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് വെള്ളയപ്പത്തിനുള്ളൂ. പാലപ്പം നമ്മൾ സാധാരണ ട്രഡീഷണൽ ചെറിയ കുഴിവുള്ള അപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കണമെങ്കിൽ വെള്ളയപ്പം എപ്പോഴും നമ്മളൊരു ഫ്ലാറ്റ് തവയിലാണ് ഉണ്ടാക്കുന്നത്. പാലപ്പത്തിലൂടെ നമ്മൾ ചേർക്കുന്ന തേങ്ങ കുറച്ചധികം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുമെങ്കിൽ വെള്ളയപ്പത്തിൽ നമ്മൾ തേങ്ങ കുറച്ച് ചെറിയ തരിതരിപ്പോടുകൂടെ മാത്രമാണ് അരച്ചെടുക്കാറുള്ളത്. അതുപോലെ തന്നെ വെള്ളയപ്പത്തിൽ കുറച്ച് ഓപ്ഷണൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുന്നുണ്ട്. കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, ജീരകമൊക്കെ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ചേർക്കുമെങ്കിൽ പോലും ഭയങ്കര കുത്തുന്ന ഒരു ഫ്ലേവറൊന്നും വെള്ളയപ്പത്തിനില്ല. വളരെ സട്ടിലായിട്ടുള്ളൊരു ഫ്ലേവർ മാത്രമാണ് ഉള്ളത്. പക്ഷേ ഇതൊന്നും നമ്മൾ സാധാരണ പാലപ്പത്തിന് ചേർക്കാറില്ല. അതുപോലെ തന്നെ പാലപ്പം നമ്മളിങ്ങനെ ചുറ്റിച്ചെടുക്കാനുള്ളൊരു സംഭവം ആയതുകൊണ്ട് തന്നെ കുറച്ച് ലൂസ് ആയിട്ടുള്ളൊരു ബാറ്റർ ആയിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യാറ്. പക്ഷേ വെള്ളയപ്പം നമ്മൾ കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് കണ്ടുനോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ഒരു ജാറിലോട്ട് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചേർക്കണം. വലിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ 1 എണ്ണം ചേർത്താൽ മതി. ചെറുതാണെങ്കിൽ 2 എണ്ണം വരെ ചേർക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ 2 ചുവന്നുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ചേർക്കുന്നുണ്ട്. ഈ തേങ്ങയുടെ കൂട്ട് അരച്ചെടുക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഏകദേശം 1/2 കപ്പോളം വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിന് ഒരുപാട് അങ്ങോട്ട് പേസ്റ്റാക്കി അരക്കരുത്. ചെറിയൊരു തെരിതെരിപ്പ് വേണം, എന്നാൽ അത്യാവശ്യം അരയുകയും ചെയ്യണം. ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട്. അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് ഇഡ്ഡലി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ നന്നായിട്ട് കഴുകണം. ഇങ്ങനെ വെള്ളം ഇങ്ങനെ നല്ല ക്ലിയറായി വരണ വരെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇത് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് 3.5 മണിക്കൂർ മുതൽ 4 മണിക്കൂറോളം ഇതിനെ കുതിർക്കാനാക്കി വെക്കണം. അതിനുശേഷം വെള്ളം വാർന്നെടുത്തിട്ടുള്ളതാണ് ഈ കാണുന്ന 1.5 കപ്പ് ഇഡ്ഡലി റൈസ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം തയ്യാറാക്കണമെങ്കിൽ ഇഡ്ഡലി റൈസ് തന്നെ ഉപയോഗിക്കാം. സാധാരണ പച്ചരി ഉപയോഗിച്ചാൽ ഇത്രയും സോഫ്റ്റായി കിട്ടില്ല. ഇത് 1/2 കപ്പ് വേവിച്ച കുത്തരി ചോറാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഇതിന് പകരം സാധാരണ വൈറ്റ് റൈസ് വേവിച്ചതാണെങ്കിലും ചേർക്കാം. നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണം അതനുസരിച്ച് വേണം മധുരം ചേർക്കാനായിട്ട്. ഞാനിവിടെ ഏകദേശം 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. 3/4 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഇതിന് പകരം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് വേണമെങ്കിലും ഇതേ അളവിൽ ചേർത്ത് കൊടുക്കാം. പാലപ്പം പോലെ വളരെ ലൂസായിട്ടുള്ളൊരു ബാറ്റർ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലോട്ട് ഒഴിക്കുന്ന വെള്ളം വളരെ കെയർഫുള്ളായിട്ട് വേണം ഒഴിക്കാനായിട്ട്. കൂടിപ്പോയരുത്. കൂടിപ്പോയി നമുക്കത് അപ്പമാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാനിവിടെ ഏകദേശം 3/4 കപ്പ് കുടിക്കുന്ന വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. സാധാരണ റൂം ടെമ്പറേച്ചറിലായിട്ടുള്ളത്. അരി അരയ്ക്കുമ്പം തേങ്ങ അരച്ച പോലെയല്ല, അരി വളരെയധികം പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. എന്നാൽ മാത്രമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടുള്ളൂ. അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂടെ ഈ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ കവർ ചെയ്ത് ഒരു വാം ആയിട്ടുള്ളൊരു സ്ഥലത്ത് മാറ്റി വയ്ക്കാം. ഇതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഒരു 4-5 മണിക്കൂർ സമയമെടുക്കും ഇതൊന്ന് ഫെർമെൻറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 6-7 മണിക്കൂറൊക്കെ എടുത്തുവന്നിരിക്കും. എനിക്കിവിടെ കുറച്ച് തണുപ്പുള്ളതുകൊണ്ട് തന്നെ ഇവിടെ 6-7 മണിക്കൂർ എടുത്തത് ഫെർമെൻറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിനെ ചുട്ടെടുക്കാം. വെള്ളയപ്പം റെഡിയാക്കി എടുക്കാൻ ഒരു ഫ്ലാറ്റ് തവ എടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്യാം. ഞാനിവിടെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ചൂടായ തവയിലോട്ട് 1 തവി മാവ് ഒഴിച്ചെടുത്ത് നമുക്കിതിനെ മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. മൂടി വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇങ്ങനെ ബബിൾസ് ഒക്കെ വരാൻ തുടങ്ങും. അപ്പോൾ മറ്റേ സൈഡ് ഇപ്പോൾ സ്ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി കാണും. അപ്പോൾ നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. മറ്റേ സൈഡും ഒന്ന് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടണം. അതധികം സമയമൊന്നും എടുക്കില്ല. അങ്ങനെ മറ്റേ സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ടാകും. ഇനി നമുക്കിതിനെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഏകദേശം ഈ ഒരു തിക്നെസ്സിലായിരിക്കും വെള്ളയപ്പം ഉണ്ടാവാം. കണ്ടില്ലേ, വളരെയധികം സോഫ്റ്റാണ്. തൊടുമ്പോൾ തന്നെ ഇങ്ങനെ പഞ്ഞി പോലെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് ഞാൻ സെർവ് ചെയ്തിട്ടുള്ളത് എഗ് റോസ്റ്റിൻ്റെ കൂടെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറിയുടെ കൂടെ സെർവ് ചെയ്യാം. ചിക്കൻ കറി, മട്ടൻ കറി,
ഏതെങ്കിലും ഒരു വെജിറ്റബിൾ കുറുമയുടെ കൂടെയൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഈ ഒരു വെള്ളയപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത റെസിപ്പി വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.